اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد 73ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. അല്ല ഞെടുക്കാനുള്ളത് 73 അല്ലേ? ഇദാ അറത്ത അൻ തഅരിഫ ഖദ്റക ഇൻദഹു ഫൻളുർ ഫീമാ ദാ യുഖീമുക. ഇദാ അറത്ത നീ ഉദ്ദേശിച്ചാൽ അൻ തഅരിഫ ഖദ്റക ഇൻദഹു അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്റെ സ്ഥാനം എന്താണ്, ആ സ്ഥാനം അറിയലിനെ ഒരാൾ ഉദ്ദേശിച്ചു. അപ്പൊ നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ മനസ്സിലുണ്ടാവുമല്ലോ, എന്തേക്കാരപ്പോ എനിക്ക് അള്ളാഹുവിൻ്റെ അടുത്തുള്ള സ്ഥാനം. അപ്പൊ ആർക്കെങ്കിലും സ്വന്തം സ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കൽ എന്താണ് എന്ന് അറിയലിനെ ഒരാൾ ഉദ്ദേശിച്ചാൽ ഫൻളുർ നീ നോക്കണം, ഫീമാദ ഏതൊന്നിലാണ് യുഖീമുക അള്ളാഹു നിന്നെ നിർത്തിയത് നോക്കിയാൽ മതി. ഏതൊന്നിലാണ് അള്ളാഹു താല നിന്നെ നിർത്തിയത് എന്ന് എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഇപ്പൊ നമ്മള് സാധാരണ ഒരാളെ മനസ്സിലാക്കാൻ ആ വ്യക്തിയുടെ കൂട്ടുകാരനെ നോക്കിയാൽ മതി എന്ന് പറയലുണ്ട് അല്ലെ? ഒരാളെ മനസ്സിലാക്കാൻ ആ വ്യക്തിയുടെ കൂട്ടുകാരൻ ആരാന്ന് നോക്കിയാൽ മതി എന്ന് പറച്ചിലുണ്ട്. ഈ കല്യാണ ആലോചനകൾക്കൊക്കെ പോകുമ്പോഴോ കുറെയൊക്കെ അങ്ങനെ കൂട്ടുകാരന്മാരിലേക്ക് നോക്കിയിട്ട് മനസ്സിലാക്കലുണ്ട്. എന്നതുപോലെ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, ഇദാ അറത്ത നീ ഉദ്ദേശിച്ചാൽ, അൻ തഅരിഫ നീ അറിയലിനെ ഉദ്ദേശിച്ചാൽ, ഖദ്റക നിന്റെ സ്ഥാനം, ഇൻദഹു അള്ളാഹുവിന്റെ അടുക്കൽ നിന്റെ സ്ഥാനം എന്താണ് എന്ന് അറിയലിനെ നീ ഉദ്ദേശിച്ചാൽ, ഫൻളുർ അപ്പോൾ നീ നോക്കുക, ഫീമാദ ഏതൊന്നിലാണ് യുഖീമുക അള്ളാഹു തആല നിന്നെ നിർത്തിയത്. സആദത്തിന്റെ വിജയികളുടെ കൂട്ടത്തിലാണോ ഇപ്പൊ ഞാനുള്ളത്? അതല്ല ശഖാവത്തിന്റെ അഖിലുകാരോടുകൂടെയാണോ ഞാനുള്ളത്? നല്ല സ്വാലിഹീങ്ങളോടുകൂടെ ആ സമ്പർക്കവുമായിട്ടാണോ ഇപ്പൊ എന്റെ ജീവിതം? എങ്കിൽ എന്തുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കാം. അതല്ല അള്ളാഹു താല വെറുത്ത ആളുകളോടുകൂടെയാണ് നമ്മൾ ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അതിനെന്ത് മനസ്സിലാക്കാം, നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയിലാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ഈ 73ാമത്തെ ഹിക്മത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിലേക്കുള്ള ഇഷാറത്തും കൂടി ഇതിലുണ്ട്. എന്താണ് ആ ഹദീസ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ അറാദ അൻ യഅലമ മൻസിലതഹു ഇൻദല്ലാഹി ആർക്കെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ സ്ഥാനം അറിയണമെന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഫൽയൻദുർ മൻസിലത്തല്ലാഹി മിൻ ഖൽബിഹി അവന്റെ കൽബിൽ അല്ലാഹു തആലാക്ക് എത്ര സ്ഥാനമുണ്ട് നോക്കിയാൽ മതി. നമ്മളെ കൽബില് അല്ലാഹു തആലാക്ക് നമ്മൾ എത്രമാത്രം സ്ഥാനം കൊടുത്തുക്കണു, ആ സ്ഥാനം നോക്കി നീ മനസ്സിലാക്കുക എന്ത്, അള്ളാന്റെ അടുത്ത് നിന്റെ സ്ഥാനം. കാരണം അല്ലാഹു തആല പറഞ്ഞുകൊണ്ടെന്ത്, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും. നിങ്ങൾ എന്നെ എത്രമാത്രം ഓർക്കുന്നുവോ ഞാൻ അത്രമാത്രം എന്ത് ചെയ്യും, നിങ്ങളെയും ഓർക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അപ്പോ നമ്മൾ ആരടുത്തും നമ്മൾ പോയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളെ ഖദർ അളക്കേണ്ട ആവശ്യമില്ല, നമ്മക്ക് തന്നെ അളക്കാം. നമ്മളെ ഹൃദയത്തിൽ അല്ലാഹു തആലാക്ക് എത്രമാത്രം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത്, അതിന്റെ ഖദറിനനുസരിച്ചിട്ട് അള്ളാന്റെ അടുത്ത് നമുക്ക് എന്തുണ്ടാവും, സ്ഥാനം ഉണ്ടാവും. ഇപ്പൊ ഞാൻ അങ്ങനെ നോക്കാം, റബ്ബേ എത്ര സ്ഥാനം ഇപ്പൊ ഞാൻ അല്ലാഹു തആലാക്കിന്റെ ഹൃദയത്തിലുള്ളത്, അത്ര എന്തുണ്ടാവുള്ളൂ, അല്ലാഹു തആല നമ്മളെ പരിഗണിക്കുള്ളൂ. കാരണം അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല അങ്ങനെ എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ഇന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കുന്നു പറഞ്ഞിരിക്കണ്. അപ്പൊ എത്രമാത്രം അള്ളാഹുവിന്റെ സ്മരണ നമ്മുടെ ഹൃദയം നിലനിർത്തുന്നുവോ അത്രമാത്രം നമ്മളെ സ്ഥാനം അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ കഴിയും.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ഒരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് വിലായത്തിന്റെ ഉത്തംഗ സോപാനത്തിൽ നിൽക്കുന്ന സമയത്ത് ലോകം മൊത്തം ഗൗസുല്ലാഹ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇബ്ലീസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരാളെ നന്മയിലേക്ക് പോകുമ്പോൾ അയാൾ എങ്ങനെങ്കിലും പിന്നോട്ടടിക്കാനാണ് എന്ത് ചെയ്യുള്ളൂ, ഇബ്ലീസ് ശ്രമിക്കുള്ളൂ. ഇപ്പൊ ഇന്ന് ഞാനൊരു ക്ലാസ് എടുത്തപ്പോ ആ ക്ലാസ്സിൽ പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി നിൽക്കുമ്പോൾ ആദ്യം നിങ്ങൾ അഊദു ഓതണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കാരണം ഖുർആൻ എടുത്തിട്ട് ഒരാള് ഇരിക്കലോടുകൂടെ പിന്നെ ഓൻ അവിടെ ഇരിക്കണ് അള്ളാന്റെ ഹളറത്തുൽ ഖുദ്സിലാണ്. അവിടെ ശൈത്താനിക്ക് സ്ഥാനമില്ല. അതുകൊണ്ട് ആദ്യം ഓൻ എന്ത് ചെയ്യണം, പുറത്താക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഖുർആൻ ഓതാനിരിക്കണം. കാരണം ഖുർആൻ ഓതാൻ ഇരിക്കുന്ന വ്യക്തി അള്ളാഹുവിന്റെ ഹളറത്തിലാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ക്ലാസ് ഒക്കെ യൂട്യൂബിൽ വരുമ്പോൾ നോക്കിക്കോളുണ്ട്. പരിശുദ്ധ ഖുർആൻ എങ്ങനെ ഓതണ്ട്, അവനക്കുള്ള സ്ഥാനം എന്താന്നൊക്കെ അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അള്ളാഹു തആല നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹ് വലിയ മക്കാമിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ ഷെയ്ഖിന് ഒരു ബേജാറ്, ഉസ്താദിനൊക്കെ ഒരു ബേജാറ് വന്നു. ഗൗസുല്ലാഹ് ഇബ്ലീസ് എങ്ങാനും പഴപ്പിക്കോ? കാരണം അത്രയും വലിയ മക്കാമിൽ നിൽക്കുന്ന ആളാണ്. പഴപ്പിക്കോ എന്നൊരു പേടി. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹ് അരികിലേക്ക് ഓടിയെത്തിയ ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞു, നീ നല്ലോണം ശ്രദ്ധിക്കണം, ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യം നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോ ഉസ്താദിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹ് തന്റെ നെഞ്ചോട് ഇങ്ങനെ ചേർത്തു. 70 അമാനീനെ ഉസ്താദ് കണ്ടോ പറഞ്ഞുണ്ട്, മുഹീദ്ദീൻ മാലയിലുണ്ട്. ഒരാൾക്കും തകർക്കാൻ പറ്റാത്ത 70 ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 70 ഭിത്തികൾ ഒരാൾക്കും അത് എന്ത് ചെയ്യാൻ കഴിയില്ല, തകർക്കാൻ കഴിയില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ അത്രയും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രഹസ്യത്തിന്റെ കൂമ്പാരമാണ് എവിടെ, ഗൗസുല്ലാഹ്മിന്റെ ഹൃദയം. ആ ഗൗസുല്ലാഹ്മിനെ അല്ലാഹു തആല എന്താക്കി, കുത്തുബുൽ അഖ്താബാക്കി. കാരണം ആ ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ 70 മറാത്തിബുകളും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് ആര്, ഗൗസുല്ലാഹ്. അപ്പൊ അല്ലാഹു തആലക്ക് അത്രമാത്രം പരിഗണന ഗൗസുല്ലാഹ് കൊടുത്തപ്പോ ആ ഗൗസുല്ലാഹ്മിനെ എന്താക്കി അല്ലാഹു തആല വലിയ കുത്തുബുൽ അഖ്താബ്, കുത്തുബീങ്ങളെ കുത്തുബായിട്ട് അല്ലാഹു തആല എന്ത് ചെയ്തു അല്ലേ? ഏറും മലക്കൂത്തിൽ രാജാളിയുന്നോവർ, ഉന്നതമായ സ്ഥാനം അല്ലാഹു തആല നൽകി. അപ്പൊ എന്നതുപോലെ നമ്മുടെ ഹൃദയത്തിൽ പിന്നെ ഒരു പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്നേഹത്തിനൊരു ഷർത്തുണ്ട്, സ്നേഹത്തിനൊരു നിബന്ധന ഉണ്ട്. ഇപ്പൊ നമ്മളൊരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ അതിനൊരു നിബന്ധന ഉണ്ട്. എന്താ നിബന്ധന? സാധാരണ നമ്മൾ വെക്കുന്ന നിബന്ധന അല്ല. നമ്മളെ മനസ്സിൽ അവളും അവളെ മനസ്സിൽ നമ്മളും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് ഏറ്റവും വലിയ വഞ്ചനയാണ്. നമ്മളെ മനസ്സിൽ നമ്മളെ ഭാര്യയല്ലാതെ മറ്റു സ്ത്രീകൾ നമ്മുടെ മനസ്സിൽ വന്നാൽ അത് ഏറ്റവും വലിയ വഞ്ചനയാണ്. സ്ത്രീകളുടേതും അങ്ങനെ തന്നെയാണ്, അല്ലേ? എന്നാൽ ഹൃദയം എന്ന് പറയുന്നത് അല്ലാഹു തആലക്ക് വേണ്ടി പടച്ചതാണ്. അതായത് അള്ളാഹുവിന്റെ സ്നേഹം ഒരു അബ്ദിന് പ്രകടമാക്കാനുള്ള സ്ഥലമാണ് ഹൃദയം. ആ ഹൃദയത്തിൽ അല്ലാഹുവല്ലാത്ത ദുനിയാവ്, സമ്പത്ത്, സന്താനങ്ങള്, ആഡംബരങ്ങള്, മനസ്സിലാവുണ്ടോ? അതുപോലെ ലോകത്തെ കണ്ണം ജപിക്കുന്ന പല വിഷയങ്ങളും ഓൻ ഹൃദയത്തിൽ ഇങ്ങനെ നിറച്ചിക്കാൻ. അള്ളാഹു മാത്രം അവിടെ അല്ല. അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെടും. നിങ്ങളെ പെരേക്ക് ചെല്ലുന്ന സമയത്ത് നിങ്ങളെ ഭാര്യന്റെ റൂമിൽ വേറെ ആളെ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും? ഇഷ്ടപ്പെടലാവൂല. എന്താ പാട് സംഭവിക്കുക? അതേമാതിരി ഹൃദയം ഖൽബുൽ മുഅ്മിൻ അർശുർ റഹ്മാന, അള്ളാഹു ഇരിക്കേണ്ട സ്ഥലമാണ് ഹൃദയം. അവിടെ അള്ളാഹു അല്ലാത്ത മറ്റു പല പൈശാചികമായ പല സാധനങ്ങളെയും ആ ഹൃദയത്തിൽ കൊണ്ടുപോയി വെച്ചാൽ അത് അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെടും. ശരിക്കും ഒറ്റയടിക്ക് അള്ളാഹു തആല മനുഷ്യനെ കൊണ്ടുപോകണം ചെയ്യാം. പക്ഷെ എന്നാലും റസൂലുള്ളാഹിന്റെ ഉമ്മത്തായത് കൊണ്ട് ആ ഒരു തണലിലാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണത്? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ആ ഒരു ഖൈറു ഉമ്മ എന്ന് പറയുന്ന ഒരു സിമ്പതി നമുക്ക് അള്ളാഹു തആല തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്നോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ ഹൃദയത്തിൽ അള്ളാഹു തആലാക്ക് എത്രമാത്രം സ്ഥാനമുണ്ടോ, ആ സ്ഥാനത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ എന്തുണ്ടാവും, നമുക്കും സ്ഥാനം ഉണ്ടാവും.
നമ്മളെ ഓരോ നിമിഷങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോ ചില കാര്യകാരണങ്ങളിലേക്ക് നോക്കിയിട്ട് ചിലതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രാധാന്യം കൊടുക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ഞാനിപ്പോ ഒരു വിഷയത്തേക്കാണ് കൊണ്ടുവരുന്നത്. അൽ ഹുബ്ബു, സ്നേഹം എന്ന് പറയുന്നത്, ഹുവല്ലദി യുഖദ്ദിസു സമാന വൽ മക്കാന, അത് സമയത്തിനെയും പരിശുദ്ധമാക്കും, സ്ഥലത്തിനെയും പരിശുദ്ധമാക്കും. സ്നേഹം എന്ന് പറയുന്ന സാധനം യുഖദ്ദിസു സമാന വൽ മക്കാന, അത് സമയങ്ങളെയും പരിശുദ്ധമാക്കും, സ്ഥലത്തിനെയും എന്ത് ചെയ്യും, പരിശുദ്ധമാക്കും. ഫൽ മക്കാനുല്ലദി, ഒരു സ്ഥലം, യശ്ഹദു ഖിസ്സത ഹുബ്ബി വാഹിദത്തിൻ ഹുവ മക്കാനുൻ മുഖദ്ദസ്. ഒരാള് ഹൃദയം ഒരു ഹുബ്ബിന് സാക്ഷിയായി എന്ന് വിചാരിക്കാം, എങ്കിൽ ആ സ്ഥലം മക്കാനുൻ മുഖദ്ദസും, അത് മുഖദ്ദസായ സ്ഥലമാണ്. അള്ളാഹുവിന്റെ പ്രണയം കൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയം നിറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുഖദ്ദസായ സ്ഥലം ഏതാണ്? ആ ഹൃദയം. വക്കദ സബാനു, ഇങ്ങനെ തന്നെയാണ് സമയവും. ഫമാ ഖുദ്ദിസത്തിൽ ജന്നത്തു, സ്വർഗം എന്ന് പറയുന്നത് പരിശുദ്ധമായിട്ടില്ല, ഇല്ലാലി ശുഹൂദിഹ അവ്വല ഖിസ്സത്തി ഹുബ്ബിൽ ആദമ വ ഹവ്വ അലൈഹിമസ്സലാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹവ്വാ ബീവിയുടെയും സ്നേഹത്തിന്റെ സ്ഥലമായതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിനെ പോലും എന്ത് ചെയ്തത്, പരിശുദ്ധമാക്കിയത്. കാരണം അവരുടെ ആ മഹബത്ത് അവിടെ നടപ്പിലായി എന്ന കാരണം കൊണ്ട് ആ സ്ഥലത്തിന് അള്ളാഹു തആല എന്ത് ചെയ്തു, പരിശുദ്ധമാക്കും. അതേമാതിരി തന്നെയാണ് സമയവും. അപ്പൊ നമ്മളെ ഹൃദയത്തിലെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും മുഖദ്ദസായ സാധനമാക്കണമെങ്കിൽ അള്ളാഹുവിനോടുള്ള മഹബത്ത് ആ ഹൃദയത്തിൽ കൊണ്ടുവന്നാൽ മതി. ഇന്ന് ആ ഹൃദയം എന്തായി, ഏറ്റവും ആ ഹൃദയത്തിലേക്കാണ് അള്ളാഹു തആല നോക്കുള്ളൂ. അല്ലേ? നിങ്ങളെ ബാഹ്യ ശരീരങ്ങളിലേക്ക് ഒന്നും അള്ളാഹു തആലാക്ക് നോക്കട്ടല്ല. വലാകിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് മാത്രം എന്തുള്ളൂ, അള്ളാഹു തആലാക്ക് നോട്ടുള്ളൂ. അപ്പോ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും മനസ്സിലാക്കുക, എനിക്കിപ്പോ 50 വയസ്സായി, അല്ലെങ്കിൽ 70 വയസ്സായി, അല്ലെങ്കിൽ എന്തായി 60 വയസ്സായി, എനിക്കിപ്പോ എത്ര കാലം ജീവിച്ചിട്ട് അള്ളാന്റെ അടുത്ത് ഇന്റെ സ്ഥാനം എത്ര ഇക്കാരം എന്ന് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ആരും വേറൊരാളത്ത് പോയി തൂക്കി വെക്കണ്ട, അവനാനക്ക് തന്നെ തൂക്കാം. കാരണം നമ്മളെ ഹൃദയത്തിൽ അള്ളാഹ് എത്ര ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ചില ആളുകളോടുള്ള സഹവാസം ഉണ്ടല്ലോ, അത് നമ്മൾ അല്ലാഹു തആല വലിയ മഖാമിലേക്ക് തന്നെ എന്ത് ചെയ്യും, നമ്മൾ എത്തിക്കും, വലിയ മഖാമിലേക്ക് തന്നെ. ഞാൻ ഇന്നലെ ഒരു ക്ലാസ് എടുത്തപ്പോ അതില് അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കഥ പറയണ്ടായി. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി തങ്ങളെ നേരെ ഖലീഫയാണ് അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു. ഇൻഷാ അല്ലാഹ് അവിടെ പോയി കാണാനുള്ളൊരു തൗഫീഖ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും ദ്വാരക്കും, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇമാം മുർസി റളിയല്ലാഹു അൻഹു പറയണ്ടായി, എന്റെ ഓരോ സെക്കൻഡുകളും എന്താണ്, ലൈലത്തുൽ ഖദറാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാണ്, എന്റെ ഓരോ സെക്കൻഡുകളും എന്താണ്, ലൈലത്തുൽ ഖദറാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ ഓരോ സെക്കൻഡുകളും ലൈലത്തുൽ ഖദറാകുന്നത്? മഹാൻ പറഞ്ഞു, എന്റെ ശൈഖിനോടുകൂടെ ഞാൻ സഹവസിക്കുന്ന ഓരോ സെക്കൻഡുകളും 1000 മാസത്തിനേക്കാൾ ഖൈറാണ്. കാരണം അള്ളാഹുവിന്റെ എല്ലാ നൂറുകളും ഇറങ്ങുന്ന മഹാനാണ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്. ആ മഹാനുഭാവനോട് കൂടുള്ള സമ്പർക്കം എനിക്ക് സമ്മാനിക്കുന്നത് ഓരോ സെക്കൻഡും 1000 മാസങ്ങളേക്കാൾ ഖൈറായ സമയങ്ങളാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹ് പറഞ്ഞത്, സ്വാലിഹീങ്ങളാകുന്ന ആളുകൾക്ക് പ്രത്യേകമായ റബീഉൽ അവ്വലോ, പ്രത്യേകമായ ലൈലത്തുൽ ഖദറുകളോ, പ്രത്യേകമായ ബറാഅത്ത് രാവുകളോ, അല്ലെങ്കിൽ 20 അതുപോലെ തന്നെ മിഅറാജ് രാവുകൾ, അവർക്ക് എപ്പോഴും മിഅറാജാണ്, അവർക്ക് എപ്പോഴും ലൈലത്തുൽ ഖദറാണ്, അവർക്ക് എപ്പോഴും റബീഉൽ അവ്വൽ 12ആണ്. കാരണം എല്ലാ സമയത്തും അവർക്ക് ഷുഹൂദാണ്, മുകാശഫയിലാണ്, മുനാസല എന്ന് പറയുന്ന മഖാമിലാണ് അവരെല്ലാ സമയത്തും. അതിങ്ങനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കാണ്. ഞമ്മക്കാണ് പ്രത്യേകമായ ഒരു സമയമൊക്കെ തെരഞ്ഞെടുത്ത് എല്ലാരും വിളിച്ചുകൂട്ടി അതിന്റെ 10 വട്ടം പറഞ്ഞാല് കുറച്ച് ആൾക്കാരെത്തി, അവിടെ നിന്നിട്ട് എന്ത് ചെയ്തു, ബാങ്ക് ജൂല ഉസ്താദ് എന്നൊക്കെ ചോദിച്ച്, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതിനനുസരിച്ച് ചുരുക്കി പരിപാടി എന്ത് ചെയ്ത് ക്ലോസ് ആക്കി പോകണം. അത്ര സമയം പോലും ഇരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കില്ല. അത്ര സമയം പോലും ഇരിക്കാനുള്ള ഒരു മനസ്സ്. ഞാൻ ഒരിക്കൽ പറഞ്ഞു, സീനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു സാധാരണ നിസ്കാരം കഴിഞ്ഞിട്ട് 1000 റക്അത്ത് നിസ്കരിക്കുന്ന ആളായിരുന്നു. അത് സീനുൽ ആബിദീൻ തങ്ങളെ മാത്രം കഥയല്ല, മുൻഗാമികളാകുന്ന തബഉ താബീങ്ങളാകുന്ന ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് പറയുന്ന ആയത്തിന്റെ ആന്തരികമായ അർത്ഥം ആലോചിച്ചിട്ട് സുബ്ഹി വരെ മൂപ്പര് നിസ്കരിച്ചു. ഇവരറിഞ്ഞതുപോലുമില്ല. സുബ്ഹി സമയത്ത് ഒരാൾ വന്നിട്ട് മൂപ്പരെന്ന് അനക്കിയപ്പോഴാണ് എന്ത് ചെയ്യണത്,
അപ്പോഴാണ് മൂപ്പര ഇന്നിങ്ങോട്ട് എന്ത് ചെയ്യണത്, മോചിതനാകുന്നത്. കാരണം ഒരു അള്ളാഹുവിനെ ലയിച്ചിട്ട് അങ്ങോട്ടുള്ള നിസ്കാരത്തിലാണ്. അതുകൊണ്ട് നമ്മളെ മക്കാമ് അള്ളാഹുവിന്റെ അടുത്തത് വലിയ മക്കാമ് ആകണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹൃദയത്തിൽ എല്ലാ സമയത്തും എന്ത് ചെയ്യണം, അള്ളാഹുവിനെ നമ്മൾ കൊണ്ടുവരണം. അപ്പോ അഹ്ലു സആദത്തിന്റെ ആളുകളിൽ പെട്ടവരാണോ നമ്മൾ, അല്ല പരാജിതന്മാരിൽ പെട്ടവരാണോ നമ്മളെന്ന് നമുക്ക് തന്നെ പരിശോധിക്കാം. അതേമാതിരി നമ്മളെ കൂട്ടുകെട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മളെ സഹവാസം നല്ല മനുഷ്യന്മാരുമായി ആവുമ്പോ അള്ളാഹുവിന്റെ അടുത്ത് എന്തുണ്ടാവും, ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാവും. അതല്ല പരാജിതരാകുന്ന ദുനിയാവിന്റെ അഖിലുകാരുമായിട്ടാണോ നമ്മളെ സഹവാസമെങ്കിൽ അള്ളാഹിന്റെ അടുത്ത് നമ്മൾ എന്തേ ആവുള്ളൂ, പരാജയപ്പെടുകയും ചെയ്യുള്ളൂ. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഒരു രസാക്കിയിട്ട് ആര് കാണിച്ചു തരും, ഇബ്ലീസ് കാണിച്ചു തരും. ഞാൻ മുമ്പ് ഒരിക്കൽ ക്ലാസ് എടുത്തപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അൽ ഇസ്തിഅദാദുൽ യൗമിൽ മആദി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 9 തരം ശൈത്താന്മാരെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ മനുഷ്യന്മാരെ പഴപ്പിക്കാൻ വേണ്ടി അങ്ങാടിയിൽ ഒരു ശൈത്താനുണ്ട്, അല്ലെ, പള്ളിക്കൊരു ശൈത്താനുണ്ട്, ഒളുണ്ടാക്കുമ്പോ വലഹാൻ എന്ന് പറഞ്ഞ ശൈത്താനുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഫിത്തന ഉണ്ടാക്കാൻ ഒരു ശൈത്താനുണ്ട്. ഇല്ലാത്ത കഥകൾ ഇങ്ങനെ പെരുപ്പിച്ചിട്ട് അത് നമുക്ക് പറഞ്ഞു തരുന്ന ശൈത്താൻ വേറെ ഉണ്ട്. ഇതൊക്കെ ശൈത്താന്മാരുടെ പരിപാടിയാണ്. അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോണ സമയത്ത് പലതിലേക്കും നമ്മളെ മനസ്സ് നഫ്സ് നമ്മളെ പലതിലേക്കും കൊണ്ടുപോകും. അപ്പൊ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മളെ ഖദർ നമുക്ക് തന്നെ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ അടുക്കൽ എന്താണ് എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ സദാസമയവും അള്ളാഹുവിനെ ഓർക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു തആല നൽകട്ടെ. ചില ആളുകളെ റൂഹിനെ പിടിക്കുന്ന ഘട്ടങ്ങൾ ആരിഫീങ്ങൾ പറയുന്നുണ്ട്. ആരിഫീങ്ങളെ ഓല റൂഹിനെ പിടിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദുന മലക്ക് അസ്റായിൽ അലൈഹിസ്സലാം അവര് വരുന്ന സന്ദർഭത്തിൽ അവരുടെ ആ ഒരു ശ്വാസനിശ്വാസങ്ങളിലും ആ ഹൃദയത്തിന്റെ മിടിപ്പിലൊക്കെ അല്ലാഹ് 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 എന്ന് മാത്രമാണ് കേൾക്കുക. അത് കേൾക്കലോടുകൂടെ തന്നെ ആ മലായിക്കത്തിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഗാംഭീര്യത അത് പതുക്കെ ഇല്ലാതെയായി നല്ല റഹ്മത്തിന്റെ മനസ്സോടുകൂടെയാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉണ്ടാകുക. റഹ്മത്തിന്റെ ഇപ്പൊ നമ്മളൊരു ഒരു ഉസ്താദ് ക്ലാസ്സിലേക്ക് വരികയാണ്. ഇന്നലെ എല്ലാവരും പാടൊക്കെ എഴുതിക്കണോ ചോദിച്ചു. അപ്പൊ ആരും എഴുതിയിട്ടില്ല. അയാളുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകുക, നെഗറ്റീവ് എനർജി ഉണ്ടാകുക. നെഗറ്റീവ് എനർജിക്കാർ പിന്നെ എന്തു പറഞ്ഞാലും ദേഷ്യക്കാരൻ, ഇല്ലേ, എന്ത് കണ്ടാലും ദേഷ്യക്കാരൻ. കാരണം തുടക്കത്തിൽ തന്നെ പേച്ചു, തുടക്കത്തിൽ തന്നെ ആരും പറഞ്ഞു കേട്ടില്ല. അതേമാതിരി ആ റൂഹ് നമ്മളെ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നമ്മളെ ഹാർട്ട് ബീറ്റിൽ അല്ലാഹ് 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 എന്നിങ്ങനെ വരുമ്പോ സ്വാഭാവികമായി വരുന്ന മലായിക്കത്ത് ഇത് ഒരു എന്തെന്നെയാണ്, ഒരു ബഹുമാനിക്കപ്പെടേണ്ട ആൾ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട മലക്ക് അസ്റായിൽ നോക്കിയിട്ട് ഖദ്ദിം ഖദ്ദിം എന്ന് ബഹുമാനപ്പെട്ടവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഖദ്ദിം ഖദ്ദിം, എന്റെ റൂഹിനെ പിടിച്ചോളൂ, എന്റെ റൂഹിനെ പിടിച്ചോളൂ, ഞാൻ റെഡിയാണ്. ആ രൂപത്തിൽ മരിക്കുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.